സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കോട്ടയം UDFിൽ അതൃപ്തി പുകയുകയാണ്. ജോസഫ് വാഴക്കൻ, ടോമി കല്ലാനി, വിൽസൺ മാത്യൂസ് തുടങ്ങി മുതിർന്ന നേതാക്കൾ തഴയപ്പെട്ടതാണ് UDFിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിൽ സീറ്റ് ലഭിക്കാതെയായതോടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് വിജയലാലിയും പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടതിൽ ജോസഫ് വാഴക്കൻ തന്റെ അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞു. ഏറ്റുമാനൂർ സീറ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ വിഷമമുണ്ട് എന്നതാണ് പ്രതികരണം. തന്റെ പേര് മാത്രമാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പ്രചാരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നതായും ജോസഫ് വാഴക്കൻ പറയുകയുണ്ടായി. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്തിലേക്ക് എത്തും മുമ്പ് ജോസഫ് വാഴക്കന്റെ പ്രതികരണം. എനിക്ക് തന്നൊരു ധാരണ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ അങ്ങനൊരു നമ്മുടെ സ്ഥാനാർത്ഥി രംഗത്തുനിന്ന് നമ്മളെ ഒഴിവാക്കി. അത്രയാണ് ലാസ്റ്റ് സംഭവിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു വിഷമമേ ഉള്ളൂ. കാരണം ഇത് നേരത്തെ തന്നെ ഞാൻ അവിടെ ചോദിച്ചൊരു സീറ്റായിരുന്നില്ല. അപ്പം അവിടെ PN വാസവനെതിരെ ഞാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്നുള്ളൊരു പൊതു അഭിപ്രായത്തിൻ്റെ പേരിൽ KPCC നേതൃത്വമാണ് എൻ്റെ അടുത്ത് ഏറ്റുമാനൂർ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഞാൻ വേറെ സീറ്റുകളൊക്കെ ആയിരുന്നു, എൻ്റെ മൂവാറ്റുപുഴ, ഇടുക്കി മേഖലയിലൊക്കെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാനത് ഏറ്റു. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ വരുന്നത്. അപ്പം പിന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് സീറ്റ് കിട്ടിയിട്ടില്ലാതെങ്കിൽ പോലും ചർച്ച നടക്കുമ്പോൾ എൻ്റെ കാര്യം കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ സീറ്റ് കിട്ടുന്ന അവസാന നിമിഷമാണ്. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പേര് പോയി. ഒറ്റ പേരാണ് പോയത്, എൻ്റെ പേരാണ് പോയത്. ഏറ്റുമാനൂര് എൻ്റെ പേര് സുരേഷിന്റെ, നാട്ടം സുരേഷ് DC പ്രസിഡന്റ് പേര്, അതുപോലെ തന്നെ അലോഷിയുടെ പേര്. ഇങ്ങനെ 3 പേരാ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പേരായിരുന്നതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷ വെച്ച് കൂടുതൽ വെച്ച് പോയതുണ്ട്. അപ്പം നമ്മൾ പോസ്റ്റർ അടിക്കുകയും ബോർഡ് അടിക്കുകയും ഒക്കെ ചെയ്തു. കാരണം സമയമില്ലാത്തതുകൊണ്ടാണ്. ആകെ 10-15 ദിവസമേ ഉള്ളൂ. ഒരിക്കലും ഇത്രയും നേരത്തെ പെട്ടെന്ന് ഇലക്ഷൻ നടന്നിട്ടില്ല. നമ്മളെല്ലാവരും കാണാനൊക്കെ തുടങ്ങിയായിരുന്നു. UDFിന്റെ നേതാക്കന്മാരുടെ ഒരു യോഗം നടന്നായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് മൂവ് ചെയ്തായിരുന്നു. AICC അല്ല, കേരളത്തിലെ നേതാക്കന്മാരാണ്. അപ്പം ഞാനതനുസരിച്ചാണ് കാര്യങ്ങൾ പോയത്. അവസാനം AICCയുടെ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഒറ്റ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പ്രിന്റ് ചെയ്തോളാൻ പറഞ്ഞത്. അതിന് മുമ്പ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പ്രിന്റ് ചെയ്യാനെന്നും പറഞ്ഞു. അല്ല, അത് പിന്നെ പാർട്ടിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്, CEC. അപ്പം അത് കൂടി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് മാറ്റം വന്നത്. അവിടെ എന്നാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഏതായാലും മാറ്റം വന്നു. എനിക്കിതിനകത്ത് പൊതുവായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ ഏത് നേതാക്കന്മാരെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ ഇത്ര കൂടുതൽ 19 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി ചോര നീര് ഒഴുക്കിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് കോൺഗ്രസ് എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ്. അല്ല, എനിക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയില്ല. കാരണം അത് CEC നടക്കുന്നത് വളരെ കേരളത്തിൽ നിന്ന് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പിന്നെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അംഗങ്ങളും ഉള്ളു. ഞാൻ ഏറ്റുമാനൂരുമായിട്ട് വളരെ അടുത്ത് ബന്ധം. ഞാൻ 92 പാർട്ടിയിലെ വലിയ വാശിയേറിയ ഇലക്ഷൻ കരുണാകരനെയൊക്കെ ആരുടെ മത്സരം നടക്കുമ്പോൾ ഞാൻ KPCC മെമ്പറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏറ്റുമാനൂരിൽ നിന്നാണ്, ആർപ്പൂക്കര നിന്നാണ് നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന പ്രവർത്തനം ഏറ്റുമാനൂരും കോട്ടയമായിരുന്നു. പിന്നെ ഞാൻ മൂവാറ്റുപുഴ MLA ആകുന്നിടം വരെ അതാണ് എന്റെ തട്ടകവാദമായിരുന്നു. അല്ല, അതെനിക്കറിയില്ല സത്യത്തിൽ. അതുകൊണ്ടാണല്ലോ എൻ്റെ അകത്തൊരു വിഷമം വന്നു പോയത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് കഴിഞ്ഞു. അതിപ്പം ഞാനൊരു വിശ്വസ്തനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഞാൻ 2004 മുതൽ 2021 വരെ പാർട്ടിയുടെ സ്പോക്സ്മാൻ ആയിരുന്നു. ഞാൻ അതിന്റെ സ്പോക്സ്മാൻ ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ ഇന്ന് വരെ എന്റെ കയ്യിൽ നിന്നൊരു നാവിൽ നിന്ന് ഒരു മോശപ്പെട്ട കാര്യം പാർട്ടിയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല. 101% പാർട്ടി പ്രവർത്തകനാണ്. 82 KSUവിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ മുതൽ പിന്നീട് പാർട്ടിയുടെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. ഇതിൻ്റെ അകത്ത് കോംറേഡ്ഷിപ്പ് ഉണ്ടാവണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ആളുകളെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ ആളുകളെ വെക്കുമ്പോഴും ഒക്കെ. ഇത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വിഷമമില്ല. എനിക്കിത് നിൽക്കാൻ എനിക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നതല്ല. ഞാൻ ആഗ്രഹിച്ച സീറ്റുമല്ല ഇത്. അതിലെനിക്കൊരു വിഷമമുണ്ട്. കാരണം എന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഏറ്റുമാനൂർ വന്നത്. അതുകൊണ്ടാണ് ഒരു വിഷമം ഉണ്ടായത്. ഫോക്കസ് ഒന്നുമല്ലെന്നേ. ഇതൊക്കെ ഓരോരോ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊന്നും വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരൊറ്റ കാര്യമുള്ളൂ. പാർട്ടി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ അമ്മയെ പോലെ പാർട്ടി. 50 വർഷത്തിൽ കൂടുതലായി ഞാൻ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് വരെ
വ്യക്തി ജീവിതത്തിലോ പൊതുജീവിതത്തിലോ ഒന്നും ഒരു ചെറിയ ചീത്തപ്പോലും കേൾപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് തുടരണമെന്നുള്ള ആഗ്രഹം. പിന്നെ പാർട്ടിക്കെതിരായിട്ട് ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഉണ്ടാകുകയില്ല, ഞാനിട്ട് ചെയ്യത്തുമില്ല. പെരുമ്പാവൂരിലെ മൂവാറ്റുപുഴയും അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ പ്രാദേശികമായിട്ടുള്ള വിഷയമായിരിക്കും. എന്റെ പ്രധാനപ്പെട്ട നേട്ടം മൂവാറ്റുപുഴ, പാലാ, കോട്ടയം ഇതൊക്കെയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു വിഷയമില്ല. പാർട്ടി അനുവദിക്കാതെ ഞാൻ ഒരിടത്തും സ്ഥാനാർത്ഥിയാകാൻ പോയില്ല. പിന്നെ എന്നോട് ഈ പ്രദേശത്തൊക്കെ ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ, പാർട്ടിക്കകത്തുള്ള ആളുകൾ, എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ വിശ്വസിച്ച് നിൽക്കുന്നവർ, എന്റെ ടീമിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വലിയ പെട്ടെന്ന് വിഷമമായി പോയി. അപ്പൊ നാളെയൊക്കെ അവരൊക്കെ ആയിട്ടത് കാണും, അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം. എന്തായാലും അത് പിന്നെ അറിയാമല്ലോ, ഞാൻ എന്റെ പോസ്റ്ററും ബോർഡും എല്ലാം അടുപ്പിച്ചിരിക്കുന്നില്ല, എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയല്ലേ. പിറ്റേന്ന് ഞാൻ പറഞ്ഞില്ല, UDFന്റെ നേതൃയോഗം കൂടി പിറ്റേന്ന് രാവിലെ റോഡ് ഷോയൊക്കെ ഫിക്സ് ചെയ്തിരുന്നതാണ്. കാരണം ഒറ്റ ആളെ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒറ്റപ്പേര് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു റാറ്റിഫിക്കേഷൻ മാത്രമേ CEC വരാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് സംഭവിച്ചു വരാം. ലീഡേഴ്സൊക്കെ വിളിച്ചായിരുന്നു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിപ്പോ ഞാനൊരു വലിയ പൊട്ടിത്തെറിക്കുന്ന ആളൊന്നുമല്ല, പരിധി വിട്ട് എപ്പോഴും സമചിത്തതയോടെ വർത്തമാനം പറയുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും എന്നെ ഇതൊന്നും ബാധിക്കുന്ന ആളുമല്ല. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇത് ഇത്തിരി മുന്നോട്ട് പോയി, നമ്മള് അത്രയും പോകണ്ടായിരുന്നു. അതെന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിലെ ലീഡേഴ്സിനും അറിയില്ലായിരുന്നു. പാർട്ടി ജയിക്കണമല്ലോ, പാർട്ടി ജയിക്കാൻ വേണ്ടിയിട്ട് എന്നാലാവുന്ന പണി ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ, അതിനകത്ത് സംശയിക്കുന്നത്. അല്ല, അതിപ്പോ പാർട്ടിക്ക് അങ്ങനെ ആയിരിക്കാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്റെ തോന്നുന്നില്ല, കാര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഞാൻ ഇറങ്ങും പാർട്ടിക്ക് വേണ്ടി. ഇല്ല, ഒരിക്കലും ഞാൻ അതുകൊണ്ടല്ല. എനിക്ക് കാഞ്ഞിരപ്പള്ളിയും മൂവാറ്റുപുഴയും കോതമംഗലവും ഇടുക്കിയിലെ സീറ്റുകളും ഒക്കെ, ഞാൻ ഈ 3 ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇടുക്കിയുടെ ചുമതലക്കാരനായി പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ എവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്ന സീറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞത് ഏറ്റുമാനൂർ നോക്കാനാണ്. അത് ജോസഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം താനും. അപ്പൊ വാങ്ങാൻ എന്റെ പേരാണ്, എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സീറ്റ് വാങ്ങുന്നത്. ഇതൊന്ന് 1 ടൈം പറഞ്ഞാ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ അത് ഉറച്ചു വിശ്വസിച്ചല്ലോ. അതാണ് പറഞ്ഞത്, കൂടുതൽ വിശ്വസിച്ചു പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ നമ്മൾ സംഭവിച്ചിട്ടുള്ളൂ. അതൊക്കെ 2 ദിവസം കൊണ്ട് മാറും. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നും ഉള്ളതാണ്. അതൊക്കെ പിന്നെ ലാസ്റ്റ് ഇതങ്ങ് മാറുമല്ലോ. ഇപ്പം നാളെ മുതൽ എല്ലാവരും ഫീൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ വിടും. പിന്നെ പൊളിറ്റിക്കലാകും മത്സരം. ഇതൊന്നും അവിടെ ഇതിനൊന്നും ബാധിക്കത്തൊന്നുമില്ല. ഞാൻ എന്റെ വായിൽ നിന്ന് ഒരു വാക്കുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് ഒരു ദോഷം ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞ എന്റെ അമ്മയെ പോലെ അതിനെ വേദനിപ്പിക്കാൻ മക്കൾ നീക്കത്തില്ലല്ലോ, അതത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.